ഹലോ, ഈസി റെസിപ്പിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീരക്കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 കെട്ട് ചീരയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ നന്നായി കഴുകി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പരിപ്പ് ചേർത്ത ചീരക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് ഞാനിതിൽ വേറെയാണ് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നത്. അത് കുക്കറിൽ വേവിച്ചെടുക്കാം. ആദ്യമായി ചീരയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇലക്കറികളൊക്കെ അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള തേങ്ങ നമുക്ക് അരച്ച് വയ്ക്കാം. അതിനായി അതിലേക്ക് 1 സ്പൂൺ കുരുമുളകും 3 വെളുത്തുള്ളി അല്ലിയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് പരിപ്പ് ഇതിലേക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പിട്ടു. ഇനി അത് നന്നായി കഴുകിയിട്ട് അതിൽ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നു. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഒന്ന് നന്നായി തിളക്കട്ടെ. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യൂ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കറി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിക്കാൻ വയ്ക്കാം. ചെറിയ ഉള്ളിയോ സവോളയോ കറി താളിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതിനായി ഞാൻ ഇവിടെ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചൂടാവുമ്പോൾ സവോള മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീരക്കറി റെഡിയായി. എല്ലാവരും ആഴ്ചയിൽ 1-2 ദിവസം ഇലക്കറികൾ ഒരു ശീലമാക്കിക്കോളൂ. ഹീമോഗ്ലോബിൻ വർദ്ധിക്കുന്നതിനും ചുവന്ന ചീര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു.